മക്കൾസ്, വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ എസ് ബി. മക്കളെ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു കാര്യമായിട്ടാണ്. നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെ. ചിലർക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടി, ചിലർക്ക് കിട്ടിയില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റിയ ഒരു ചാപ്റ്റർ ആണ് എക്സ്പ്ലോറിംഗ് സബ്സ്റ്റൻസസ് അസിഡിക്, ബേസിക് ആൻഡ് ന്യൂട്രൽ എന്ന് പറയുന്ന കെമിസ്ട്രിയിലെ ഒരു ചാപ്റ്റർ. അപ്പൊ ഈ ചാപ്റ്റർ ഭയങ്കര രസമാണ്, ശരിക്കും നമുക്ക് പഠിക്കാനും ഭയങ്കര ഈസിയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക് ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരു ഉറുമ്പ് കടിക്കാത്ത ആളുകളില്ല അല്ലെ. അറ്റ്ലീസ്റ്റ് ഒരു ഉറുമ്പ് കടിച്ച വേദന എന്താണെന്ന് അറിഞ്ഞവരല്ലേ നിങ്ങൾ എല്ലാവരോടും ചിലപ്പോൾ നമ്മൾ പറഞ്ഞു പറ്റിക്കും അല്ലെ. നേഴ്സുമാരൊക്കെ പറയും ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയുള്ളൂ എന്ന് ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ പറയാറുണ്ട്. ഈ ഉറുമ്പ് കടിക്കുന്ന ഒരു വേദനയാണല്ലോ, ഒരു പെയിൻ ആണല്ലോ, എന്തുകൊണ്ടാണ് ഇത് പെയിൻ ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം. ഈ ഇൻസെക്റ്റും കാര്യങ്ങളൊക്കെ ബൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ലോഷൻസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബേക്കിംഗ് സോഡയോ സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, തേക്കാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ചോദിച്ചാൽ അതിന് പിന്നിൽ ഒരു പ്യുവർ ആയിട്ടുള്ള സയൻസ് ഉണ്ട്. അതെന്താണെന്ന് മിസ് പറഞ്ഞുതരാം, നോക്കിക്കോളെ മക്കളെ. ഈ ആസിഡുകള് ബേസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ ഒരു ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞ റിയാക്ഷൻ ആണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ ആസിഡും ബേസും നല്ല സ്ട്രോങ് ആയിട്ടുള്ള രണ്ടാളുകളാണ്. ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് റിയാക്ട് ചെയ്താൽ എന്തായി, ന്യൂട്രലായി. ന്യൂട്രലൈസേഷൻ, ഒരു കാര്യമില്ലാത്ത ഒരു ലൈക്ക് ഒന്നും സംഭവിച്ചില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പറയും. രണ്ടും ഒരേപോലെയുള്ള ശക്തികൾ വന്നു കഴിഞ്ഞാൽ പരസ്പരം മത്സരിച്ചാൽ അവർ ആര് ജയിക്കും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. നമ്മൾ ന്യൂട്രൽ ആണ്. അതേപോലെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡും ബേസും കൂടെ ഒന്നിച്ചെടുത്ത് അവിടെ റിയാക്ട് ചെയ്യിപ്പിച്ചാൽ അവിടെ സോൾട്ട് പ്ലസ് വാട്ടർ ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാവുമ്പോൾ ഇതിനെയാണ് നമ്മൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയാം. When the solution of an acid is mixed with a solution of base in insufficient quantity, we find that the resulting solution neither acidic or basic. നമ്മളൊരു ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ഉണ്ടാവുന്ന സാധനം ആസിഡും അല്ല ബേസും അല്ല, ഒന്നും അല്ലാത്ത ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ ആ റിയാക്ഷനെയാണ് നമ്മൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ വഴി സോൾട്ട് പ്ലസ് വാട്ടർ ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. സോ ആസിഡ് പ്ലസ് ബേസ് വിച്ച് ഗീവ്സ് സോൾട്ട് പ്ലസ് വാട്ടർ പ്ലസ് ഹീറ്റ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ആന്റി ഇൻസെക്ട് അല്ലെങ്കിൽ ഇൻസെക്ട് ഒക്കെ ബൈറ്റ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത്. നമ്മൾ ഉറുമ്പടിച്ച വേദന പറഞ്ഞില്ലേ, എന്തുകൊണ്ടാണ് ആ വേദന വന്നതടാ, ഈ അതിനകത്തൊരു ആസിഡ് കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ്. ഈ ഉറുമ്പിന്റെ കടി അല്ലെങ്കിൽ ഉറുമ്പിന്റെ ആ ഒരു പെയിന്, കടിക്കുന്ന സമയത്ത് പെയിൻ വരാനുള്ള റീസൺ അതിനകത്തൊരു ആസിഡ് കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ്. അതേത് ആസിഡ് ആണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റത്തെ കേസ് ഈ പറഞ്ഞ പോലെ ആനിമൽസ് ഇങ്ങനെ ഇൻസെക്ട് ഒക്കെ ബൈറ്റ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നതാണ്. അതാണ് നമ്മുടെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ഇൻ ഡെയിലി ലൈഫിന്റെ കേസിൽ. നമ്മുടെ ഡെയിലി ലൈഫിൽ ആപ്ലിക്കേഷൻസ് ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ മിക്കവാറും ചോദിക്കും എന്താണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് ചോദിക്കും. അതിന്റെ ആപ്ലിക്കേഷൻസ് ചോദിച്ചാൽ നിങ്ങൾ എഴുതി കൊടുക്കുക. ഈ ഇൻസെക്ട് അല്ലെങ്കിൽ ആന്റ് ബൈറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും, അതാണ് ഫോമിക് ആസിഡ്. ഈ ഫോമിക് ആസിഡ് നമ്മുടെ ശരീരത്തിനകത്തോട്ട് കയറുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് വരുന്നത്, പെയിന് വരുന്നത്, ഒരു വേദന വരുന്നത് കേട്ടോ. സോ ഇവിടെ ഒരു സിറ്റുവേഷൻ തന്നിട്ടുണ്ട്. കീർത്തി ഇതേപോലെ എന്തോ ഗാർഡനിൽ ഇങ്ങനെ ബട്ടർഫ്ലൈസിനൊക്കെ നോക്കി നടക്കുന്ന സമയത്ത് സഡൻലി റെഡ് ആൻഡ് ബൈറ്റ് ഹെർ, ലീവിംഗ് ഹെർ സ്കിൻ റെഡ് ആൻഡ് സ്റ്റിങ്ങിങ് പെയിൻ. കണ്ടോ, ഒരു ചെറിയൊരു കടിക്കുന്ന ഉറുമ്പ് അല്ലെ, കടിയൻ ഉറുമ്പുകൾ ഉണ്ടാവുമല്ലോ, നമ്മുടെ ഇവിടെ വന്ന് കടിച്ചു കഴിയുമ്പോൾ നമുക്കൊരു വേദനയും വരും, ഒരു റെഡിഷ് കളറായിട്ട് മാറും. റീസൺ എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് അല്ലെ. അപ്പൊ ആ സമയത്ത് ബ്രദർ പറയാണ് കുറച്ച് ബേക്കിംഗ് സോഡ നീ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക, മോയിസ്റ്റ് ബേക്കിംഗ് സോഡ അതിനകത്തോട്ടൊന്ന് ജസ്റ്റ് റബ് ചെയ്ത് നോക്കുക, അപ്പൊ നിന്റെ പ്രശ്നം തീരുന്നു പറയാണ്. എന്തുകൊണ്ടാണ് പറഞ്ഞത് നോക്കൂ, when an ant bite it inject an acidic liquid formic acid into the skin. The effect of the acid can be neutralized by rubbing the moist baking soda which is a base. കണ്ടോ, അപ്പൊ ബേസ് ആയിട്ടുള്ള ഒരു ബേക്കിംഗ് സോഡ ആഡ് ചെയ്തപ്പോ അല്ല റബ്ബ് ചെയ്തപ്പോഴാണ് എന്ത് സംഭവിച്ചത്, ഇത് ന്യൂട്രലൈസ് ആയിട്ട് മാറിയത്. ആസിഡ് ആണ് നമ്മുടെ ശരീരത്തിൽ കയറിയത്, അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ഒരു ബേസ് വരണം. ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്താൽ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ അവിടെ സംഭവിച്ചത് ന്യൂട്രലൈസേഷൻ ആണ്. അപ്പൊ ഡെയിലി ലൈഫിലുള്ള ഒരു സാധനം കിട്ടിയേ. അടുത്ത് നോക്കിക്കോ, ഇതേപോലെ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നവരാണ് അല്ലെ, ഫാമിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യില്ലേ. അപ്പൊ അങ്ങനെ യൂസ് ചെയ്ത് വരുന്ന സമയത്ത് പല സമയത്തും നമുക്കൊരു ഫീൽ ചെയ്യുന്ന പ്രശ്നം എന്ന് പറയുന്നത് അതൊരു അസിഡിക് സോയിൽ ആയിട്ട് മാറും. എന്ന് വെച്ചാൽ ആസിഡ് കണ്ടന്റ് അതിനകത്ത് കൂടുതലായിട്ട് വരും. അങ്ങനെ വരുന്ന സമയത്തും അവിടെ ന്യൂട്രലൈസേഷൻ ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. നോക്കിക്കോടാ, അടുത്ത സിറ്റുവേഷൻ ആണ്. ഒരു ഫാമർ പറയാണ് മൈ പ്ലാന്റ്സ് ആർ നോട്ട് ഗ്രോയിങ് വെൽ ലേറ്റ്ലി. ആഫ്റ്റർ ദ ഡിലേ ഡിസ്കഷൻ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ദ എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ലൈക്ക് ഈ പറയുന്ന പോലെ സാധനങ്ങൾ കൂടുതലായിട്ട്
യൂസ് ചെയ്തതുകൊണ്ട് സോയിലിന് അസിഡിക് സംഭവിച്ചു. അസിഡിക് സോയിലിനകത്ത് പിന്നെ വളർത്തിയിട്ട് കാര്യമില്ല അല്ലെ. അപ്പൊ അസിഡിക് കുറയ്ക്കണം, നമുക്ക് ആസിഡ് കണ്ടന്റ് കൂടുതലുള്ള മണ്ണാണെങ്കിൽ അതിന്റെ അളവ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബേസ് വരണ്ടേ. ആ ബേസ് നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ ലൈക്ക് ഒരു ഓർഗാനിക് മാറ്ററോ അല്ലെങ്കിൽ ലൈക്ക് മാനുവറോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് സെറ്റ് ചെയ്യണം. അപ്പൊ ഇതുപോലെ ഓർഗാനിക് മാറ്റർ എന്ന് പറയുന്നത് ആഡ് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യും, ന്യൂട്രലൈസേഷന് സഹായിക്കും, ഒരു ബേസിക് ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞ റിയാക്ഷൻ നടക്കുന്നു. അങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നു, മണ്ണിന്റെ അസിഡിറ്റി പോകുന്നു. അത് രണ്ടാമത്തെ സിറ്റുവേഷൻ. സെറ്റ് അല്ലടാ, 2 സിറ്റുവേഷൻ നമ്മൾ പഠിച്ചേ. ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ ഇൻഡസ്ട്രിയൽ വേസ്റ്റുകളാണ്. നമ്മൾ ഈ പറയുന്നത് പോലെ ഫാക്ടറികളിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, റിവറിലും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇടാറുണ്ട് അല്ലെ. എന്ത് ചെയ്യും, നൈസായിട്ട് നമ്മൾ ലേക്കിലും കാര്യങ്ങളിലും കൊണ്ടുപോയിട്ട് വേസ്റ്റുകൾ കൊണ്ട് തള്ളും. അപ്പൊ എന്താ പ്രശ്നം, ആസിഡ് കണ്ടന്റ് കൂടുതലുള്ള ഇതേപോലെയുള്ള സാധനങ്ങളാണ് ലേക്ക് പോയി അടിയുന്നത് അല്ലെ. അങ്ങനെ വന്ന് എന്ത് സംഭവിക്കടാ, അതിനകത്തുള്ള ഫിഷുകൾ ചത്തുപോകും അല്ലെ. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് ഇതേപോലെ തന്നെ കണ്ടോ, ഇൻഡസ്ട്രിയൽ ഏരിയാസിലാണ് ഇവര് ഒരു കുട്ടിയുടെ അശ്വിൻ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അവർക്ക് മനസ്സിലായി ഫിഷ് പോപ്പുലേഷൻ ഇപ്പൊ അങ്ങനെ കുറഞ്ഞു വരികയാണ്, ഡിക്ലൈനിങ് ഡേ ബൈ ഡേ. എന്തുകൊണ്ടാണ്, it may be due to the factory waste being released into the lake. ലേക്കിലോട്ട് ഫാക്ടറി വേസ്റ്റ് ഇടുന്നതുകൊണ്ടാണെന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫാക്ടറി വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അസിഡിക് നേച്ചർ ആയതുകൊണ്ട് ഫിഷുകളൊക്കെ ചത്തു പോവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബേസിക് സൊല്യൂഷൻ അതിനകത്തോട്ട് ആഡ് ചെയ്താൽ മതി, ബേസിക് ആയിട്ട് എന്തെങ്കിലും സാധനം കൊടുത്താൽ മതി. അപ്പൊ എന്തായി സംഭവിക്കും, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ സംഭവിച്ച് അത് സെറ്റ് ആവും. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണ് ന്യൂട്രലൈസേഷൻ, എന്താണ് അതിന്റെ ഡെയിലി ലൈഫ് ആപ്ലിക്കേഷൻസ് എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ അടിപൊളിയായിട്ട് എഴുതി കൊടുക്കുക കേട്ടോ. സോ ഇത് സെറ്റ് ആണ്, റെഡി ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് അറിയുന്ന ന്യൂട്രലൈസേഷന് മറ്റ് ഒരു വൺ എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ കമന്റും ചെയ്യണം. മിസ് നോക്കും, നിങ്ങൾക്ക് ഞാൻ തരുന്ന ഹോംവർക്ക് ആണ്. സോ അടുത്ത ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ഡെയിലി ലൈഫിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോസ് ഡിസ്കസ് ചെയ്യാം. സോ അതുവരേക്കും ബൈ ബൈ, സീ യു മക്കളെ.